രാവിലത്തെ തിക്കും തിരക്കും ബഹളമൊക്കെ കഴിഞ്ഞ് മോനെ സ്കൂളിലോട്ട് പറഞ്ഞു വിട്ടപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നല്ല ഒന്നൊന്നര ഒരു മടിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഉച്ചയൂണ് കാലാക്കാനായിട്ട് കുറേ കറികളൊക്കെ ഒപ്പിക്കണമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ് പ്രഷർ കുക്കറിൽ നല്ല കിടിലൊരു റൈസ് അങ്ങോട്ട് തയ്യാറാക്കി എടുക്കാന്ന്. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് കരുതിയിട്ട് പ്രഷർ കുക്കർ അങ്ങ് ചൂടായിട്ട് വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും അതിനകത്തൊരു ഹോൾ സ്പൈസസും ഒരു വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു പിടി ക്യാരറ്റും ഒരു പച്ചമുളകും ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ നന്നായി വഴന്ന് വന്നപ്പോൾ ഒരു മാഗി ക്യൂബ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി 1.5 കപ്പ് റൈസാണ് നന്നായിട്ട് കഴുകി ഒന്ന് വാല വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ പ്രഷർ കുക്കറിനകത്ത് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ അങ്ങോട്ട് അടിച്ച് കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കിടിലൻ റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നല്ല കൊതിപ്പിക്കുന്ന ഒരു മണം വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കൂട്ടാനായിട്ട് വേറെ സൈഡായിട്ട് വേറെ ഒന്നും തന്നെ വേണമെന്നില്ല. നമ്മുടെ അടുക്കളയുടെ മൂലയിൽ അമ്മ ഇട്ട് വെച്ചിരിക്കുന്ന കിടിലൻ ഒരു മാങ്ങച്ചാറും അതുപോലെ തന്നെ ഒരു കഷ്ണം പപ്പടം കൂടെ മാത്രം മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാം കൂട്ടി കുഴച്ചങ്ങോട്ട് കഴിക്കുമ്പോൾ അടിപൊളി വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ.